ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു കുട്ടിക്ക് ഇങ്ങനെ ഉപ്പ് കഴിച്ച് അവർക്ക് രക്തസമ്മർദ്ദം ഉണ്ടായെന്ന് കരുതിയോ, അപ്പം അടുത്തൊരു ജനറേഷനോട്ടും ആ ജീൻ നമ്മൾ പാസ് ചെയ്യുവാണ്. ആ കുട്ടിക്ക് വരുന്ന അടുത്ത കുട്ടി, ആ കുട്ടിക്ക് ജനിക്കുന്ന അടുത്ത കുട്ടിക്ക് ഓൾറെഡി ജീനിലുണ്ട് രക്തസമ്മർദ്ദം വരാനുള്ള. കാരണം ഓൾറെഡി അവൻ ശരീരം കഴിച്ച് ആ ജീൻ വളരെ മോശമാക്കിയിട്ടുണ്ട്. പലരും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, റോക്ക് സാൾട്ട് ആണോ നല്ലത്, ഹിമാലയൻ സാൾട്ട് ആണോ നല്ലത്? കാരണം പിങ്ക് കളറാണ്, തിളങ്ങും, ക്രിസ്റ്റൽസ് ആണ്, പ്യുവർ ആണെന്നൊക്കെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ലോകത്ത് തന്നെ ഏറ്റവും ഹെൽത്തിയസ്റ്റ് സോൾട്ട് റോക്ക് സാൾട്ട് ആണെന്നും ഹിമാലയൻ സാൾട്ട് ആണെന്നൊക്കെ പറഞ്ഞ് ധാരാളം പരസ്യം ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ധാരാളം ആളുകളുടെ മനസ്സിലുള്ള സംശയമാണ്, ഇതാണോ ഉപയോഗിക്കേണ്ടത്, അതോ സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ടേബിൾ സോൾട്ട് നല്ലതല്ലേ, ഏതോ ഹിമാലയൻ പിങ്ക് സോൾട്ട് ആണോ ഉപയോഗിക്കേണ്ടതെന്ന് പല ആളുകളുടെയും മനസ്സിലുള്ളൊരു സംശയം. നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ഞാൻ സംസാരിക്കുന്നത്. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്ത് ഉപ്പാണെങ്കിലും അതിനകത്തുള്ളത് സോഡിയം ക്ലോറൈഡ് ആണ്. സോഡിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിനും കിഡ്നിക്കും ബ്രെയിനിനും അമിതമായാൽ പ്രശ്നമുണ്ടാക്കുന്ന സാധനം തന്നെയാണ്. അതാണ് ആദ്യത്തെ പോയിന്റ്. ഇപ്പോൾ റോക്ക് സോൾട്ട് ആണോ, ഹിമാലയൻ സാൾട്ട് ആണോ, മറ്റേ സാധാരണ ടേബിൾ സോൾട്ട് ആണോ, നമ്മൾ എമൗണ്ട് ലിമിറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റോക്ക് സോൾട്ടും അതുപോലെ ഹിമാലയൻ സോൾട്ടും എല്ലാം നാച്ചുറൽ ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഡീറ്റോക്സ് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, നമ്മുടെ മിനറൽസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്, അത് ശരീരത്തിന് ഒത്തിരി നല്ലതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആദ്യം പറഞ്ഞ കുറേ പോയിന്റ് കറക്റ്റാണ്, നാച്ചുറൽ ആണ്, അതുപോലെ ഇതിൻ്റെ അകത്ത് ഇമ്പ്യൂരിറ്റീസ് പിന്നെയും കുറവായിരിക്കും, അതുപോലെ ഇതിൻ്റെ അകത്ത് മിനറൽസ് ഉള്ളതെന്നൊക്കെ കറക്റ്റാണ്. പക്ഷെ അത് ശരീരത്തിന് ഗുണമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അമിതമായാൽ അത് വളരെയധികം ഡേഞ്ചറസ് ആണ്. നമ്മളൊരു ഗുണം കിട്ടാനല്ല ഉപ്പ് കഴിക്കുന്നത്, നമ്മൾ ടേസ്റ്റിന് വേണ്ടിയാണ് കഴിക്കുന്നത്. ആ ഒരു ടേസ്റ്റ് കിട്ടാൻ നമുക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. പ്രശ്നമൊന്നും ഞാൻ ഇത് അമിതമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ രക്തധമനികളിൽ അമിതമായ പ്രഷർ ചെലുത്തും. അത് രക്തസമ്മർദ്ദം കൂട്ടുകയും ബ്ലഡ് വെസൽസിനെ നശിപ്പിക്കുകയും കുറച്ച് നാൾ കഴിയുമ്പം ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് എന്തായാലും നിങ്ങൾ ലിമിറ്റ് ചെയ്യുന്നതിനാണ് കാര്യം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഹിമാലയൻ സാൾട്ടോ അതുപോലെ ഈ പിങ്ക് സാൾട്ടൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ടേബിൾ സോൾട്ട് ആണെങ്കിലും കുഴപ്പമില്ല, എമൗണ്ട് ആണ് ഇമ്പോർട്ടൻറ്റ്. ഉപ്പ് ധാരാളമായി കഴിച്ചാൽ എന്താണ് ശരീരത്തിന് പ്രോബ്ലം എന്ന് മനസ്സിലാക്കുക. ഉപ്പ് ധാരാളം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ വെള്ളം കൂടുതൽ റിട്ടൻഷൻ നടക്കും. ഓക്കെ, സോഡിയം കൂടുതൽ വെള്ളത്തിനെ ആഗിരണം ചെയ്യും. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞില്ലേ, സത്യമാണ്. ഉപ്പ് തിന്നുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ വെള്ളം വോളിയൂംസ് കൂടും. അപ്പം ബ്ലഡിന്റെ വോളിയം കൂടുന്നത് കൊണ്ട് പ്രഷർ കൂടും, ബ്ലഡ് പ്രഷർ കൂടും. ഇതെന്ത് പറ്റും, കുറേ നാളിങ്ങനെ പ്രഷർ കൂടി നിന്നെന്ത് പറ്റും, നമ്മുടെ ആർട്ടറീസ് എല്ലാം ഡാമേജ് ആവും. അതുപോലെ ഹാർട്ടും അത്രയധികം പ്രസ് ചെയ്യുവാൻ, അത്രയധികം പ്രഷർ കാരണം അത്രയധികം പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഹാർട്ടും വീക്കാവും, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാനും സ്ട്രോക്ക് ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഹാർട്ട് ഓവർ വർക്ക് ചെയ്യാനായിട്ട് പാടില്ല. കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നേരം ഓവർ വർക്ക് ചെയ്താലും കുഴപ്പമില്ല. കാരണം എല്ലാ ദിവസവും നിങ്ങൾ ഇങ്ങനെ ഉപ്പ് അമിതമായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഉപ്പ് എവിടെ നിന്നാണ് കിട്ടുന്ന അറിയോ? നമ്മൾ ഈ കഴിക്കുന്ന പാക്കറ്റ് ഫുഡ്സിലെല്ലാം ഉപ്പുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു പഠനമനുസരിച്ച് 1.90 മില്യൺ ആളുകളാണ് ഓരോ വർഷവും ഉപ്പ് ധാരാളമായി കഴിക്കുന്നത് കാരണം മരണം സംഭവിക്കുന്നതും ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ടാകുന്നതും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എന്തുമാത്രം വലിയ നമ്പർ ആണെന്നുള്ളത്. ഹിമാലയൻ പിങ്ക് സോൾട്ടിൻ്റെ അകത്ത് നമുക്ക് മെഗ്നീഷ്യം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്. പക്ഷേ മെഗ്നീഷ്യം പൊട്ടാസ്യവും നമുക്ക് ശരിക്കും പഴം കഴിച്ചാൽ കിട്ടും, അല്ലാതെ ഈ ഒരു ഉപ്പ് കഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മളൊരു പഴം കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം 400 മില്ലിഗ്രാം പൊട്ടാസ്യം അവിടെ കിട്ടി. പക്ഷെ ഒരു ടീസ്പൂൺ പിങ്ക് സോൾട്ട് കഴിച്ചാൽ നമുക്ക് കിട്ടുന്നത് 0.2 മില്ലിഗ്രാം ഓഫ് പൊട്ടാസ്യം ആണ്. അപ്പോൾ പരസ്യത്തിനായിട്ട് ഇതിനകത്ത് പൊട്ടാസ്യം കൂടുതലാണെന്നൊക്കെ പറയാം, നല്ലതാണെന്നൊക്കെ പറയാം. പക്ഷെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല. അതായത് 2000 ടീസ്പൂൺ പിങ്ക് സോൾട്ട് കഴിച്ചാൽ മാത്രമേ ഒരു പഴത്തിലുള്ള പൊട്ടാസ്യം നിങ്ങളുടെ ശരീരത്തിലോട്ട് എത്തുള്ളൂ. നിങ്ങൾ ഇനി കഴിക്കോ? ഇല്ല. അപ്പോൾ അതല്ല നമുക്ക് വേണ്ടത്, അല്ലേ? അപ്പം മിനറൽസ് ഒക്കെ ഉണ്ട് എന്ന് പറയുന്നത് സത്യസന്ധമാണ്. പക്ഷെ മിനറൽസിനെക്കാട്ടും ഡേഞ്ചറസ് ആയിട്ടുള്ള സോഡിയം അതിൻ്റെ അകത്തുള്ളത് കൊണ്ട് അമിതമാകാതിരിക്കാൻ നോക്കുക. എന്തുകൊണ്ടാണ് ഉപ്പ് റെസ്ട്രിക്ട് ചെയ്യുന്നതിന് വേറൊരു കാര്യത്തോടെ പറയട്ടെ. നമ്മൾ കഴിക്കുന്ന പാക്കറ്റ് ചിപ്സ്, അതുപോലെ നമ്മൾ കുട്ടികളെല്ലാം കഴിക്കുന്ന ലേസ്, കുർക്കുറെ എല്ലാം ഉപ്പാണ്. ഈ ഉപ്പ് നമ്മൾ അല്ലാതെ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാരണമാണ് കുട്ടികൾ കഴിച്ചതിന് ശേഷവും വിരൽ വരെ നക്കുന്നത്. കാരണം ആ ഉപ്പ് ഇഷ്ടമാണ്. ഇത് ഓൾറെഡി നമ്മൾ കഴിക്കുന്നുണ്ട്. അതിനോടൊപ്പം നമ്മൾ ആഹാരത്തിലും എല്ലാം ഉപ്പ് ആഡ് ചെയ്യുകയാണ്. പിങ്ക് സോൾട്ട് കഴിച്ചാൽ വെയിറ്റ് കുറയുന്ന വരെ മിത്തുകളുണ്ട്. അതും പൂർണ്ണമായിട്ടും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, സോഡിയം നമ്മുടെ ശരീരത്തിലോട്ട് എത്തിയാൽ വെള്ളം കൂടുതൽ അബ്സോർവ് ചെയ്യും, ബ്ലഡ് വോളിയം കൂടുതൽ കൂടുകയാണ് ചെയ്യുന്നത്. ഒരു കാരണവശാലും വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യുന്നില്ല. ഇങ്ങനെയൊക്കെ പല അബദ്ധങ്ങൾ കാണിച്ച പല പേഷ്യൻസും നമ്മുടെ ഇടയിൽ വരാറുണ്ട്. അതായത് IT വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ഇതുപോലെ സ്ഥിരമായിട്ട് പിങ്ക് സാൾട്ട് വാങ്ങിച്ച് കഴിച്ചു. അദ്ദേഹത്തിന് BP പിന്നെ 160-100 ആയപ്പോഴാണ് നമ്മളെ വന്ന് കണ്ടത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് പിങ്ക് സോൾട്ട് സേഫ് ആണെന്ന് പറഞ്ഞ് എല്ലാ ആഹാരത്തിലും ആഡ് ചെയ്തു. കാരണം പുള്ളിക്ക് ഉപ്പ് വളരെയധികം ഇഷ്ടമായതുകൊണ്ട് എല്ലാത്തിലും ആഡ് ചെയ്തു. അപ്പം ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഉപ്പ് ഉപയോഗിക്കാം, പക്ഷെ ഒരു കാരണവശാലും അത് അമിതമാകാതിരിക്കാൻ നോക്കുക. കളർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, ലിമിറ്റ് ചെയ്യുന്നതിനാണ് കാര്യം. ഒരു ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സോഡിയം എത്രയാണെന്നുള്ള അറിഞ്ഞിരിക്കണം. ലോകാരോഗ്യ സംഘടന അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് നമ്മൾ ഒരു ദിവസം ഉപയോഗിക്കേണ്ട ഉപ്പ് എന്ന് പറഞ്ഞാൽ 5 ഗ്രാമിന് മുകളിൽ പാടില്ല. അതായത് ഒരു ടീസ്പൂണിൽ കൂടുതൽ ഉപ്പ് പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ പലരും വിചാരിക്കാം, ഒരു ടീസ്പൂൺ നമ്മൾ ഒരു ദിവസം ആഡ് ചെയ്യുന്നില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കാം. എന്ന് ആലോചിക്കുക, പാക്കറ്റ് ഫുഡ്സ് നിങ്ങൾ കഴിക്കുന്നുണ്ട്, സോസസ് കഴിക്കുന്നുണ്ട്, പിക്കിൾ കഴിക്കുന്നുണ്ട്, ചിപ്സ് കഴിക്കുന്നുണ്ട്, ബ്രെഡ് കഴിക്കുന്നുണ്ട്, ഈ ടൊമാറ്റോ കെച്ചപ്പ് കഴിക്കുന്നില്ലേ, ഇതെല്ലാം ആർട്ടിഫിഷ്യലി അവർ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം നിങ്ങൾ വീട്ടിലും
2.5 മില്ലിഗ്രാം. വീട്ടിൽ നമ്മൾ ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കുന്നത് 3 ഇരട്ടി കൂടുതലായി. ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നത് നമ്മൾ മിക്ക ആളുകളും 3 ഇരട്ടിയോളമാണ് നമ്മൾ ഉപ്പ് കഴിക്കുന്നുള്ളതാണ്. അത്രമാത്രം ഉപ്പ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഈ പ്രോസസ്ഡ് ഫുഡ് കഴിച്ച് അവർക്ക് ഉപ്പ് വളരെ ഇഷ്ടമാണ്. പല കമ്പനികളും അവരുടെ പാക്കറ്റ് ഫുഡ്സ് വിൽക്കാനായിട്ട് അതിനകത്ത് ഉപ്പാണ് കൂടുതൽ ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യും. ഇവിടെ നമ്മൾ സംസാരിക്കുന്ന ഉപ്പായതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉപ്പ് കൂടുതലുള്ള പാക്കറ്റ് ഫുഡ്സ് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ പല കേടാകാതിരിക്കാൻ വേണ്ടി വരുന്ന അച്ചാറുകളും അതിലെല്ലാം ധാരാളം ഉപ്പ് ആഡ് ചെയ്യുന്നു. വല്ലപ്പോഴും കുറച്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ലിമിറ്റ് ചെയ്യുക. എല്ലാ ദിവസവും പപ്പടം കഴിക്കുന്നു, എല്ലാ ദിവസവും അച്ചാർ കഴിക്കുന്നു, എല്ലാ ദിവസവും മിക്സ്ചറും അതുപോലുള്ള സാധനങ്ങൾ, ഈ ചിപ്സ് പോലുള്ള സാധനങ്ങൾ കഴിക്കുന്നത് ഒട്ടും ശരീരത്തിന് നല്ലതല്ല. ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അത്രമാത്രം രക്തസമ്മർദ്ദവും അത്രമാത്രം ഈ ഹാർട്ടിന്റെ പ്രോബ്ലം കൂടുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. സോഡിയം എന്ന് പറയുന്നത് ഒരു പ്രഷർ കൂട്ടുന്ന ഒരു സാധനമാണ്. ഒരു ബലൂണിൻ്റെ അകത്ത് പ്രഷർ കൂടി അവസാനം ബലൂൺ പൊട്ടും, അല്ലെങ്കിൽ ആർട്ടറിയിൽ വളരെയധികം പ്രോബ്ലം ഉണ്ടാകുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. അത്രയും നാൾ ഒരു പ്രോബ്ലവും ഇല്ലാതെ പോകും. ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്ന സമയത്തോ ഒരു സ്ട്രോക്ക് വരുന്ന സമയത്തോ മാത്രമേ നമ്മൾ അറിയുള്ളൂ ഒരു പ്രശ്നം. അപ്പോൾ അത് നമ്മൾ എവിടുന്നാ വന്നതെന്ന് പോലും അറിയില്ല. നമ്മൾ വിചാരിക്കും സിഗരറ്റ് വലിക്കുന്നില്ലല്ലോ, നമ്മൾ അമിതമായി പൊണ്ണത്തടിയുള്ള കൊഴുപ്പുള്ള സാധനമൊന്നും കഴിക്കുന്നില്ല എന്ന് കരുതും. പക്ഷെ ഉപ്പ് ധാരാളം കഴിച്ചാലും ഇതുപോലുള്ള ഒരു കാര്യം മനസ്സിലാക്കാം. അപ്പോൾ സോൾട്ട് ഈസ് സോൾട്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അത് വൈറ്റ് ആണോ പിങ്ക് ആണോ ബ്ലാക്ക് ആണോ എന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് അല്ല. അതിൻ്റെ അകത്ത് സോഡിയം അടങ്ങിയിട്ടുണ്ട്. മാർക്കറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് നിങ്ങൾ ഒരിക്കലും ആ ഒരു കാര്യം സത്യസന്ധമാണ് എന്ന് വിശ്വസിക്കരുത്. 5 ഗ്രാമിൽ കൂടുതൽ ഒരു കാരണവശാലും ഒരു ദിവസം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. പാക്കറ്റ് ഫുഡ്സും അതുപോലുള്ള പിക്കിൾസും മാക്സിമം അവോയ്ഡ് ചെയ്യണം. കാരണം ദിവസത്തിൽ നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൽ തന്നെ 5 ഗ്രാമിന് അടുപ്പിച്ചുണ്ട്. അപ്പോൾ അതുകൊണ്ട് അമിതമായി നമ്മൾ ഉപ്പ് കഴിക്കാതിരിക്കുക, മാക്സിമം ശ്രമിക്കുക. ഇത് കുട്ടികളിലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരുന്ന ഒരു കാലഘട്ടത്തിൽ രക്തസമ്മർദ്ദം ഇല്ലാത്ത ആളുകൾ ഇല്ല എന്ന് വേണം പറയാം. ആ രീതിയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു കുട്ടിക്ക് ഇങ്ങനെ ഉപ്പ് കഴിച്ച് അവർക്ക് രക്തസമ്മർദ്ദം ഉണ്ടായെന്ന് കരുതിയോ, അപ്പം അടുത്തൊരു ജനറേഷനോട്ടും ആ ജീൻ നമ്മൾ പാസ് ചെയ്യുവാണ്. ആ കുട്ടിക്ക് വരുന്ന അടുത്ത കുട്ടി, ആ കുട്ടിക്ക് ജനിക്കുന്ന അടുത്ത കുട്ടിക്ക് ഓൾറെഡി ജീനിലുണ്ട് രക്തസമ്മർദ്ദം വരാനുള്ളത്. കാരണം ഓൾറെഡി അവൻ ശരീരം കഴിച്ച് ആ ജീൻ വളരെ മോശമാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിലോട്ടാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ കാര്യമായിട്ട് എടുക്കേണ്ട ഒരു മെസ്സേജാണ്. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.